ഹലോ, ബാക്ക് ടു മൈ ചാനൽ. ഹാപ്പി ന്യൂ ഇയർ എവരി വൺ. എയർ ഫ്രയർ വാങ്ങാനിരിക്കുന്നവർക്കും വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണിത്. ഏറ്റവും അത്യാവശ്യമുള്ള 15 ഡിഷസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓരോ വീഡിയോകളിലായി കാണിക്കുന്നുണ്ട്. ഈ വീഡിയോകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് സ്പീഡിൽ എല്ലാ ഡിഷസും ആരുടെയും സഹായമില്ലാതെ ഉണ്ടാക്കാൻ സാധിക്കും. ടെമ്പറേച്ചർ ടൈം എല്ലാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നോക്കൂ, വെറും 4 മിനിറ്റ് കൊണ്ട് നിലക്കടല നന്നായി ഫ്രൈ ആയിരിക്കുന്നു. എല്ലാ നട്ട്സും ഇതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എയർ ഫ്രയറിൽ സാധിക്കുന്നതാണ്. സിലിക്കോണിൻ്റെ ഇതുപോലത്തെ പോട്ട് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. റീയൂസബിൾ ആണ്. ഒരു പെയറിന് 250 രൂപയൊക്കെ ആകത്തുള്ളൂ. ചൂടയെന്നും വയമ്പെന്നും ഒക്കെ പറയുന്ന ചെറിയ മീനാണ്. സാധാരണ പോലെ തന്നെ മസാലയൊക്കെ പുരട്ടി അരമണിക്കൂർ വെച്ചിട്ട് എടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ 200 ഡിഗ്രിയിൽ 6 മിനിറ്റ് സെറ്റ് ചെയ്യുന്നു. ഓഫ് ആയതിനു ശേഷം എടുത്തിട്ട് എല്ലാം ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് വീണ്ടും എടുത്ത് വെക്കുന്നു. ഇപ്പോഴും 200 ഡിഗ്രി 6 മിനിറ്റ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ 2 സൈഡിലും ഓയിൽ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം എണ്ണയൊന്നും പോളിഷ് ചെയ്യാതെ തന്നെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി. എണ്ണയിൽ വറുത്ത് കോരുന്ന പോലെ തന്നെയുണ്ട്. ഇനി ഒരു ചിക്കൻ ഫ്രൈ നോക്കാം. ചിക്കൻ ഫ്രൈ ഇഷ്ടമല്ലാത്തതായി ആരാണുള്ളത്? യങ്സ്റ്റേഴ്സിന് പോലും ഹെൽത്ത് ഇഷ്യൂസ്. പിന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന പീസുകൾ ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുമോ? ഇത് അതിനുള്ളൊരു സൊല്യൂഷൻ. ഇനി ഇഷ്ടം പോലെ കഴിച്ചോളൂ. മസാലകളെല്ലാം പുരട്ടി അരമണിക്കൂർ വെച്ചിരുന്ന ചിക്കൻ പീസുകളാണിത്. കുറേ പീസുകൾ ഒന്നിച്ചടുക്കി വെച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. എല്ലാം നന്നായി ഫ്രൈ ആയി വന്നോളൂ. സ്പൂൺ ഓയിൽ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് വേണേൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ട്രേയിലേക്ക് പോട്ടിറക്കി വെച്ചതിന് ശേഷം ടൈം സെറ്റ് ചെയ്യുക, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. ഇതിപ്പം ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് 20 മിനിറ്റ് മതിയാവും. ഓരോ ചിക്കനും ഓരോ വേവാണ്. ഇനിയും നമുക്ക് വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വീണ്ടും വെക്കാവുന്നതേ ഉള്ളൂ. 10 മിനിറ്റ് ആയപ്പോൾ ഓഫ് ചെയ്തിട്ട് എല്ലാം ഒന്ന് തിരിച്ചു വെക്കുന്നുണ്ട്. നേരത്തെ 20 മിനിറ്റ് സെറ്റ് ചെയ്തിരുന്നതാണല്ലോ. 10 മിനിറ്റ് ആയപ്പോൾ ഓഫ് ചെയ്തു. ഇനി ബാലൻസ് 10 മിനിറ്റ് കിടപ്പുണ്ട്. അതുകൊണ്ട് വീണ്ടും എല്ലാം മറിച്ച് വെച്ചിട്ട് 10 മിനിറ്റ് തന്നെ കിടക്കുന്നത് കൊണ്ട് ഓൺ എന്നുള്ളത്തെ മാത്രം പ്രസ് ചെയ്താൽ മതി. അല്ലാതെ ടൈം വീണ്ടും സെറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി ഒരു തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തക്കാളി ചട്നി തന്നെയാണ്. സവോളയും തക്കാളിയും ഒക്കെ എണ്ണയിലിട്ട് വഴറ്റുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ മടിയാവും. പക്ഷേ ഇത് നോക്കിക്കേ എത്ര ഫാസ്റ്റായിട്ട് പറ്റുമെന്ന്. 200 ഡിഗ്രിയിൽ 5 മിനിറ്റ് സെറ്റ് ചെയ്യുക. 3 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് മുളക് മാറ്റണം. മുളക് പെട്ടെന്ന് ഫ്രൈ ആകും. ഇനി 5 മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഉള്ളിയും തേങ്ങയും മാറ്റണം. അതിനുശേഷം തക്കാളി തിരിച്ചു വെച്ച് വീണ്ടും 2 മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യണം. നോക്കൂ, ടൊമാറ്റോ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ടൊമാറ്റോയുടെ സ്കിന്നെല്ലാം മാറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അരയ്ക്കണം. അരയ്ക്കുന്ന സമയം തേങ്ങയും ഉള്ളിയും മുളകും കൂടി ആദ്യം അരച്ചതിന് ശേഷം മാത്രമേ തക്കാളി ഇട്ട് അരയ്ക്കാൻ പാടുള്ളൂ.
ഞൊടിയിടയിൽ തക്കാളി ചട്നി റെഡി. ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മോഡെന്നുള്ളതിൽ പ്രസ് ചെയ്യുക, അന്നേരം 200 വന്നു. അതൊന്നും കൂടെ പ്രസ് ചെയ്യുക, അന്ന് ടെമ്പറേച്ചർ കുറയും. ഉണ്ടോ 150 വന്നു. ഒന്നും കൂടെ പ്രസ് ചെയ്താൽ 160, 170, 180, 190, 200. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ടൈം സെറ്റ് ചെയ്യാനാണ് അതിൻ്റെ തൊട്ട് താഴത്തെ ബട്ടൺ. ടൈമർ സെറ്റ് ചെയ്യുക. 1 വന്നു, 2, 3, 4. അത് കഴിഞ്ഞിട്ട് ഓൺ എന്നുള്ളത് പ്രസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നിലക്കടലയ്ക്ക് വേണ്ടി 4 മിനിറ്റ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ചിക്കന് വേണ്ടി 20 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ മോഡൊന്ന് പ്രസ് ചെയ്യുക. 200 വന്നു. ഇനി ടൈം സെറ്റ് ചെയ്യുക. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 20. ഇനി ഓൺ ആക്കുക. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാനായിട്ട് ഈ ഓഫ് എന്നുള്ള ബട്ടണെ പ്രസ് ചെയ്യുക. ഓഫായി. ഇനി ഇത് തുറക്കുക. എന്നിട്ട് ഇതിനകത്ത് എല്ലാം തിരിച്ചിടുക. അത് കഴിഞ്ഞ് തിരിച്ചെടുത്ത് വെച്ചിട്ട് വീണ്ടും നമുക്ക് 10 മിനിറ്റ് ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ 20 ആയിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് 10 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി ബാലൻസ് 10 മിനിറ്റ്സ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇനി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഓൺ എന്നുള്ളത് പ്രസ് ചെയ്താൽ മാത്രം മതി. Coming soon with the next dish in the air fryer. Until then, bye bye.